LDFന് ഭരണം നഷ്ടപ്പെട്ടതോടെ ഉറക്കം നഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനാണ്. മുസ്ലിം വിഭാഗത്തിനെതിരെ വർഗീയ വിഷം തുപ്പുമ്പോഴും ഒന്നാം നമ്പർ കാറിൽ കയറ്റിക്കൊണ്ടുപോകാൻ നിലവിലെ മുഖ്യമന്ത്രി ഉണ്ടാകില്ല എന്നതാണ് വെള്ളാപ്പള്ളിക്ക് കുരുക്കാകുന്നത്. കേന്ദ്രത്തിൽ BJPയെയും കേരളത്തിൽ CPMനെയും ചാരി ഒന്നിനു പിറകെ ഒന്നായി വന്ന പ്രതിസന്ധികളുടെ ഘോഷയാത്രകളെ എല്ലാം മറികടന്ന വെള്ളാപ്പള്ളി നടേശന് ഇനിയുള്ള നാളുകൾ ദുഷ്കരമായിരിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇത്രകാലം കിട്ടിയ രാഷ്ട്രീയ സംരക്ഷണം വെള്ളാപ്പള്ളി നടേശന് ഇനി കിട്ടില്ല എന്നാണ് പ്രതീക്ഷയെന്ന് SNDP സംരക്ഷണ സമിതി നേതാവ് അഡ്വക്കേറ്റ് ചന്ദ്രസേനനും പറഞ്ഞു. ഇപ്പോ ബഹുമാനപ്പെട്ട BM സുധീരൻ അവർ ഈ കേസിന്റെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കത്ത് ഗവൺമെന്റ് കൊടുക്കുകയും ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം നടക്കും എന്നുള്ളതിന്റെ പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ അന്വേഷണം നടന്നാൽ കേരളം ഞെട്ടുന്ന വളരെ ഭീകരമായ ഒരു അവസ്ഥ സംജാതമാകും. വെള്ളാപ്പള്ളിയുടെ ക്രൂരകൃത്യങ്ങൾ എന്ന് പറയുന്നത് ഒരു 2 or 3 സിനിമ എടുക്കത്തക്ക രീതിയിലുള്ള സംവിധാന കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിപ്പിക്കണമെന്നാണ് ശ്രീ BM സുധീരൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഗവൺമെന്റ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ വെള്ളാപ്പള്ളിയുടെ യുഗം എന്നല്ല, വെള്ളാപ്പള്ളിയുടെ ഭീകരയുഗം ഈ SNDP യോഗത്തിലും ഈ സമൂഹത്തിലും അവസാനിക്കാൻ പോകുന്നു എന്നുള്ള TV പ്രസാദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. TV പ്രസാദ് നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്രത്തിൽ BJPയും സംസ്ഥാനത്ത് LDFനെയും വരുതിയിലാക്കിയും ആ തരത്തിൽ രാഷ്ട്രീയമായ ചില നീക്കുപോക്കുകളും ചുവടുവെപ്പുകളും നടത്തി ഉള്ളുള്ള കാലം സുഖമായി സമാധാനമായി യാതൊരു തരത്തിലുള്ള ഭീഷണികളും ഇല്ലാതെ മുന്നോട്ട് പോകാം എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രതീക്ഷയ്ക്ക് മുന്നിലാണ്, അല്ലെങ്കിൽ അതിന് മുകളിൽ അതിന് വിരുദ്ധമായാണ് ഇപ്പോൾ ഈ അന്വേഷണ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. മധു, അതുതന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാനത്ത് കേരളത്തിൽ CPIMന്റെയും കേന്ദ്രത്തിൽ BJPയുടെയും അത്രമാത്രം പിന്തുണയുള്ള മറ്റൊരു സാമുദായിക നേതാവ് ഉണ്ടാകില്ല, അല്ലെങ്കിൽ മറ്റു തരത്തിൽ പറഞ്ഞാൽ ഒരു മുതലാളി ഉണ്ടാകില്ല എന്ന് പറയുന്നത് തന്നെയാണ് വാസ്തവം. നമുക്കറിയാവുന്നതുപോലെ SNDPയിലെ പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം ചേർത്തുകൊണ്ട് തന്റെ മകനെ പ്രധാന ചുമതലക്കാരനാക്കി ഇങ്ങ് ശംഖുമുഖം കടപ്പുറത്ത് BDJS പ്രഖ്യാപിക്കുമ്പോൾ, BDJSനെ ഒരു പാർട്ടിയാക്കി മാറ്റുമ്പോൾ അന്ന് വെള്ളാപ്പള്ളി നടേശന്റെ ലക്ഷ്യം മകനിലൂടെ BJPയുടെ ഒരു സ്വാധീനം നേടിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം മുസ്ലിം ജനവിഭാഗത്തിന് നേരെ വർഗീയത തുളുമ്പുന്ന പ്രസംഗം ഓരോ ദിവസവും നടത്തുമ്പോഴും അദ്ദേഹത്തെ കാറിൽ കൊണ്ട് നടക്കാൻ ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, CPIM എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായിരുന്നു. അത് തന്നെ ഒടുവിൽ അവർക്ക് തിരിച്ചടിയായി എന്ന് അവരുടെ സംസ്ഥാന ഘടകം മുതൽ താഴെ ഇങ്ങ് ബ്രാഞ്ച് തലം വരെ ആളുകൾ ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഈ കഴിഞ്ഞ 10 വർഷം അത് വെള്ളാപ്പള്ളി നടേശന്റെ സുവർണ കാലഘട്ടമായിരുന്നു. KK മഹേശന്റെ ആത്മഹത്യ തുടങ്ങി, മൈക്രോ ഫിനാൻസ് കേസ് തുടങ്ങി, എണ്ണിയാലൊടുങ്ങാത്ത പ്രതിസന്ധികൾ വെള്ളാപ്പള്ളി നടേശനെ വേട്ടയാടിയപ്പോൾ